Hi dear students, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിനായി ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന സബ്ജക്റ്റിലെ 4th ചാപ്റ്ററായ വെബ് ടെക്നോളജിയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. റൈറ്റ് ദി പോർട്ട് നമ്പർ ഫോർ ദി ഫോളോയിങ് വെബ് സർവീസസ്. താഴെ തന്നിരിക്കുന്ന വെബ് സർവീസുകളുടെ പോർട്ട് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് പോർട്ട് നമ്പർ. അതായത് ഇന്റർനെറ്റ് നമുക്ക് ഒരുപാട് സർവീസുകൾ തരുന്നുണ്ട്. SMTP, HTTP, FTP പോലെ സർവീസുകൾ. ഇത്തരം സർവീസിനെ ന്യൂമറിക്കായി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ടെക്നോളജി പറയുന്ന പേരാണ് പോർട്ട് നമ്പേഴ്സ്. ഓക്കെ, ഇനി സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിന്റെ പോർട്ട് നമ്പർ എന്താണെന്ന് അറിയാം. ഓക്കെ, അതിനു മുന്നേ എന്താണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ നോക്കാം. It is a communication protocol for electronic mail transmission. Electronic mail transmission വേണ്ടി യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ പ്രോട്ടോകോൾ ആണ് SMTP. The mail servers and other message transfer agent use the SMTP protocol for sending and receiving messages. Mail messagesനെ സെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ റിസീവ് ചെയ്യാനോ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പ്രോട്ടോകോൾ ആണ് SMTP. Okay, its plot number is 25. ഇതിന്റെ പോർട്ട് നമ്പർ എത്രയാണ്? 25. അപ്പോൾ 25 ആണ് ഇതിന് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ബി HTTP സെക്യൂർ ആണ്, അതായത് HTTPS. അതിന്റെ പോർട്ട് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് എന്താണെന്ന് അറിയണം. HTTPS ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ അതാണ് ഫുൾ ഫോം. ഇറ്റ് ഈസ് എ ടെക്നോളജി ടു എൻക്രിപ്റ്റ് ദി യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഫോർ യൂസർ ആൻഡ് ദെൻ സെൻഡ് ടു ദി സെർവർ ടു പ്രൊവൈഡ് ഹൈ സെക്യൂരിറ്റി. അതായത് യൂസറിൽ നിന്ന് യൂസർ നെയിമോ പാസ്വേഡോ സെർവറിലേക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഹൈ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ഹൈ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിരുന്ന സ്പെഷ്യൽ പ്രോട്ടോകോളാണ് HTTPS. ഓക്കെ, ആൻഡ് ദി HTTP യൂസസ് SSL സെക്യൂർ സോക്കറ്റ് ലെയർ ഫോർ ദി സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ടെക്നോളജി. HTTPSന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ലെയർ ഉണ്ട്, ദാറ്റ് ഈസ് കാൾഡ് സെക്യൂർ സോക്കറ്റ് ലെയർ. ഓക്കെ, അതാണ് HTTPSനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിന്റെ പോർട്ട് നമ്പർ 443 ആണ്. ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ സ്റ്റാറ്റിക് വെബ് പേജസ് ആൻഡ് ഡൈനാമിക് വെബ് പേജസ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഇതിന് മുന്നിലെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് what is the use of reserved characters in HTML entities? HTML entitiesൽ റിസർവ്ഡ് ക്യാരക്ടേഴ്സിന്റെ യൂസേജ് എന്താണ്? ഓക്കെ, എന്താണ് റിസർവ്ഡ് ക്യാരക്ടേഴ്സ് അറിയണം. ഇൻ HTML the reserved characters are used to provide the original meaning of the symbol. HTML നമ്മൾ ധാരാളം സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ഓരോ സിമ്പിളിനും അതിൻ്റെതായ മീനിങ് ഉണ്ട്. ഓരോ സിമ്പിളും അതിൻ്റെതായ മീനിങ്ങിൽ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? റിസർവ്ഡ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യണം. ഓക്കെ, അതാണ് HTML റിസർവ്ഡ് ക്യാരക്ടേഴ്സിന്റെ യൂസേജ്. വൺസ് അഗെയിൻ, HTML ഒരുപാട് സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ സിമ്പിൾസിനും അതിൻ്റെതായ മീനിങ് ഉണ്ട്, യൂസേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ മീനിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യണം? പ്രോഗ്രാമിൽ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്നതാണ് റിസർവ്ഡ് ക്യാരക്ടേഴ്സ്. എക്സാമ്പിൾ നോക്കാം. ഇൻ HTML the symbol less than only treat as angle bracket opening. HTML ഇങ്ങനെ സിമ്പിൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പണിംഗ് എന്ന മീനിങ്ങിലാണ്. പ്രത്യേകിച്ച് അതിന് മീനിങ്ങും ഇല്ല. ഓക്കെ, ബട്ട് ആക്ച്വലി ഇറ്റ്സ് മീനിങ് ഈസ് ലെസ് ദാൻ. ഈ ഒരു സിമ്പിളിന്റെ ആക്ച്വലി മീനിങ് എന്താണ്? ലെസ് ദാൻ എന്നാണ്. ഇഫ് യു നീഡ് ദിസ് സിമ്പിൾ ഇൻ കറക്റ്റ് മീനിങ്, ഈ ഒരു സിമ്പിൾ കറക്റ്റ് മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ വി വിൽ ബി യൂസ് ആസ് ആംപർസൻഡ് LT. ഓക്കെ, അപ്പോൾ HTML ലെസ് ദാൻ എന്ന മീനിങ്ങിൽ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണം? ആംപർസൻഡ് LT എന്ന് യൂസ് ചെയ്യണം. ഓക്കെ, അതാണ് റിസർവ്ഡ് ക്യാരക്ടേഴ്സിന്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് ബി, ലിസ്റ്റ് എനി 4 റിസർവ്ഡ് ക്യാരക്ടേഴ്സ് ആൻഡ് ഇറ്റ്സ് യൂസേജ്. ഓക്കെ, ഏതെങ്കിലും 4 റിസർവ്ഡ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയാണ്. ഓക്കെ, ലെസ് ദാൻ നമുക്ക് പറഞ്ഞു, അതുപോലെ നമുക്ക് എന്തുണ്ട്? ഗ്രേറ്റർ ദാൻ ഉണ്ട്. ഗ്രേറ്റർ ദാൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ആംപർസൻഡ് GT എന്നാണ്. എങ്കിലും എന്ത് വരുന്നുള്ളൂ? ഗ്രേറ്റർ ദാൻ എന്ന സിമ്പിൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ ഡബിൾ കൊട്ടേഷൻ മാർക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ആംപർസൻഡ് കോട്ട് എന്ന് യൂസ് ചെയ്യണം.
സിംഗിൾ കോട്ട്സ് യൂസ് ചെയ്യണമെങ്കിൽ ആംബ്രസിന്റെ ആപ്പോസ് നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ കോപ്പി റൈറ്റ് എന്ന സിമ്പിൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആംബ്രസിന്റെ കോപ്പി നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ TM ട്രേഡ് മാർക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആംബ്രസിന്റെ ട്രേഡ് നമ്മൾ യൂസ് ചെയ്യണം. രജിസ്റ്റേർഡ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആംബ്രസിന്റെ REG യൂസ് ചെയ്യണം. അതുപോലെ വൈറ്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? ആംബ്രസിന്റെ NBSP എന്ന കോഡ് യൂസ് ചെയ്യണം. ഓക്കെ. Next question. Write HTML tag used to insert comments in HTML web page. HTML web pageൽ കമന്റ്സ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കമന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബ്രൗസറിൽ നിന്ന് HTML കോഡിനെ ഹൈഡ് ചെയ്യാനാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്? കമന്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. HTML നമുക്ക് എങ്ങനെ കമന്റ്സ് ചെയ്യാം? എന്താണോ കമന്റ്സ് ചെയ്യാനുള്ളത് അത് ഈ ഒരു സിമ്പലിനും ഇടയിൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരു ഇമേജ് ഉണ്ട്, imgsrc jasmine.jpg. ഇത് ആക്ച്വലി ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യും. ഇത് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ആ ഒരു കോഡിനെ കമന്റ് ചെയ്യാൻ ശ്രമിക്കും. എങ്ങനെയാണ് കമന്റ് ചെയ്യുന്നത്? ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, എക്സ്പ്ലനേഷൻ മാർക്ക് കൊടുക്കുന്ന, 2 ഹൈഫൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ഏത് ലൈനാണോ കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇമേജിനെയാണ്. ആ ഇമേജിന് കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന imgsrc equal to jasmine.jpg എന്ന ഇമേജ് ഹൈഡ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് 2 ഹൈഫൻ കൊടുത്ത് ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് കഴിഞ്ഞാൽ ഇതിനകത്തും ഉള്ള ഈ ഒരു ഇമേജിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ഹലോ എന്നൊരു ടെക്സ്റ്റ് ഉണ്ട്. ഈ ഹലോ എന്ന ടെക്സ്റ്റ് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ വീണ്ടും ചെയ്തു, ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എക്സ്പ്ലനേഷൻ മാർക്ക് കൊടുത്തു, 2 ഹൈഫൻ കൊടുത്തു. ഓക്കെ. ഇനി എൻഡിൽ വെച്ചിട്ട് 2 ഹൈഫൻ ഒരു ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ ഹലോ ആര് ഡിസ്പ്ലേ ചെയ്യില്ല? ബ്രൗസർ ഡിസ്പ്ലേ ചെയ്യില്ല, കാരണം കോഡിനെ ഹൈഡ് ചെയ്തു. ഓക്കെ. അങ്ങനെ കോഡിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കമന്റ്സ്. ഓക്കെ. ഇത്രയാണ് ആ ക്വസ്റ്റിന് ആൻസർ. അടുത്തത്, സപ്പോസ് യു ആർ ബ്രൗസിംഗ് ദി വെബ്സൈറ്റ് www.keralapsc.gov.in. Explain how DNS resolve the IP address. അതായത് നമ്മളൊരു വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, കേരള PSC വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു വെബ്സൈറ്റിന്റെ IP അഡ്രസ് അവൈലബിൾ ആവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. 6 സ്റ്റെപ്പിലൂടെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 1. Firstly, the browser search the IP address in its local memory. ബ്രൗസറിന്റെ ലോക്കൽ മെമ്മറിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന keralapsc.gov.in എന്ന വെബ്സൈറ്റിന്റെ IP അഡ്രസ് ഉണ്ടോ നോക്കും. ബ്രൗസറിന്റെ ക്യാഷ് മെമ്മറിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന IP അഡ്രസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇഫ് ഇറ്റ് ഫൗണ്ട് ദി ബ്രൗസർ യൂസ് ഇറ്റ്, ആ ബ്രൗസറിന്റെ ക്യാഷ് മെമ്മറിയിൽ നിന്ന് നമുക്ക് IP അഡ്രസ് അവൈലബിൾ ആവണമെങ്കിൽ അത് യൂസ് ചെയ്യും. അതർവൈസ് ഗോ ടു സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി ബ്രൗസറിന്റെ ക്യാഷ് മെമ്മറി ഇല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? സെർച്ച് ദി IP അഡ്രസ് ഇൻ ലോക്കൽ ക്യാഷ് മെമ്മറി ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ക്യാഷ് മെമ്മറിയിലോ അല്ലെങ്കിൽ ലോക്കൽ മെമ്മറിയിലോ ഉണ്ടോ ചെക്ക് ചെയ്യും നമ്മൾ ഉദ്ദേശിക്കുന്ന IP അഡ്രസ്. ഇഫ് ഇറ്റ് ദർ അവിടെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ യൂസ്, അത് അവിടെ അങ്ങോട്ട് യൂസ് ചെയ്തോളും. അതർവൈസ് ഗോ ടു തേർഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? സെർച്ച് ദി IP അഡ്രസ് ഇൻ DNS സെർവർ ഓഫ് ദി ലോക്കൽ ISP. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ലോക്കൽ DNSലുണ്ടോ എന്ന് നോക്കും. ദർ ഈസ് നോ, അവിടെ ഇല്ലെങ്കിൽ ഗോ ടു ഫോർത്ത് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യും. ദെൻ സെർച്ച് ദി റൂട്ട് സെർവർ. ലോക്കൽ DNS ഇല്ല, അപ്പോൾ റൂട്ട് സെർവർ ചെക്ക് ചെയ്യും. ഓക്കെ. റൂട്ട് സെർവർ ഇല്ലാത്ത IP അഡ്രസ് ഉണ്ടാവില്ല. ഒരുവിധം എല്ലാ IP അഡ്രസ് എവിടെ അവൈലബിൾ ആവും? റൂട്ട് സെർവറിൽ അവൈലബിൾ ആവും. ഉണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ദർ അവിടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ദി DNS സെർവർ റിട്ടേൺ ദി IP അഡ്രസ് ടു ദി ബ്രൗസർ. DNS സെർവർ എന്ത് ചെയ്യും? നമ്മൾ ചോദിച്ച IP അഡ്രസ് ആർക്ക് വിട്ടുകൊടുക്കും? ബ്രൗസറിലേക്ക് വിട്ടുകൊടുക്കും. ഓക്കെ. ഇനി
ബ്രൗസറിൽ ആ IP address കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? Then the browser connects to the web server using IP address. ആ IP address യൂസ് ചെയ്തിട്ട് ബ്രൗസറും വെബ് സെർവറും തമ്മിൽ ഒരു കണക്ഷൻ റിലീസ് ചെയ്യും. ഓക്കെ, then the web page is displayed in browser window. ബ്രൗസർ വിൻഡോയിൽ എന്ത് ചെയ്യും? IP address തമ്മിൽ കണക്ട് ആയി കഴിഞ്ഞാൽ, അതായത് നമ്മളെ ബ്രൗസറും സെർവറും തമ്മിൽ IP address വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസറിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യും? നമ്മൾ ഉദ്ദേശിച്ച വെബ്സൈറ്റ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇനി അതർവൈസ് IP address റൂട്ട് സെർവറിലും കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുക? ഇറ്റ് റിട്ടേൺസ് ദി മെസ്സേജ് സെർവർ നോട്ട് ഫൗണ്ട്. റൂട്ട് സെർവറിൽ നമുക്ക് IP address കിട്ടിയില്ലെങ്കിൽ ഒരു മെസ്സേജ് വരും, സെർവർ നോട്ട് ഫൗണ്ട്. ഓക്കെ, ഇത്രയാണ് ഒരു IP address അവൈലബിൾ ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ്. ഓക്കെ, വൺസ് അഗൈൻ, ഫസ്റ്റ്ലി ചെക്ക് ഓൺ ബ്രൗസർ കാഷ് മെമ്മറി. ബ്രൗസർ കാഷ് മെമ്മറി ഓർ ലോക്കൽ മെമ്മറി അവിടെ ഇല്ലെങ്കിൽ മൂവ് ദി കാഷ് മെമ്മറി ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് കാഷ് മെമ്മറിയിൽ ഉണ്ടോ നോക്കും. അവിടെ ഇല്ലെങ്കിൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ലോക്കൽ DNS ഉണ്ടോ നോക്കും. അവിടെ ഇല്ലെങ്കിൽ റൂട്ട് സെർവറിലേക്ക് പോകും. റൂട്ട് സെർവറിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു മിക്ക എല്ലാ IP address എവിടെ ഉണ്ടായിരിക്കും? റൂട്ട് സെർവർ ഉണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ റൂട്ട് സെർവറിൽ നിന്ന് DNS IP address ആർക്ക് സെൻഡ് ചെയ്യും? നമ്മൾ ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യും. ബ്രൗസറിൽ IP address കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? നമ്മളെ ബ്രൗസറും വെബ് സെർവറും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസറിൽ നമ്മൾ ഉദ്ദേശിച്ച വെബ്സൈറ്റ് ഡിസ്പ്ലേ ചെയ്യും. ഇനി റൂട്ട് സെർവറിലേക്ക് എന്താ സംഭവിക്കുക? ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും, സെർവർ നോട്ട് ഫൗണ്ട് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് HTML കോഡ് ടു ഡിസ്പ്ലേ ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന ഫോർമാറ്റിൽ HTML കോഡ് റൈറ്റ് ചെയ്യുക. അതായത് a+b on square equal to a square plus 2ab plus b square എന്ന രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന ടാഗാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എയുടെ മുന്നിൽ ബ്രാക്കറ്റ് ഉണ്ട്, എ നോർമലാണ്, ദെൻ പ്ലസ് എന്ന സിമ്പിൾ, ദെൻ ബി നോർമലാണ്, ദെൻ ബ്രാക്കറ്റ്, അത്രയും നോർമലാണ്. ഓക്കെ, ഈ 2 എന്ന നമ്പറിന് നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റ് ചെയ്യണം. സൂപ്പർ സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന SUP എന്ന ടാഗാണ്. ദെൻ SUP ടാഗിന് ശേഷം 2 എന്ന് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ SUP ക്ലോസ് ചെയ്യും. അപ്പോൾ 2 എന്ന ക്യാരക്ടർ മാത്രം സൂപ്പർ സ്ക്രിപ്റ്റിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ദെൻ ഈക്വൽ ടു ഈസ് എ നോർമൽ, A ഈസ് എ നോർമൽ, ദെൻ 2 വീണ്ടും സൂപ്പർ സ്ക്രിപ്റ്റ്. അപ്പോൾ വീണ്ടും SUP ഓപ്പൺ 2 പ്രൊവൈഡ് ചെയ്തു, ദെൻ SUP-നെ ക്ലോസ് ചെയ്തു. ഓക്കെ, ദെൻ പ്ലസ് 2AB ഈസ് എ നോർമൽ, പ്ലസ് ഈസ് നോർമൽ, B ഈസ് നോർമൽ, ദെൻ 2 വീണ്ടും സൂപ്പർ സ്ക്രിപ്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ SUP വീണ്ടും പ്രൊവൈഡ് ചെയ്തു, 2-നെ കൊടുത്തു, ദെൻ നമ്മൾ എന്ത് ചെയ്തു? SUP-യെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ SUP ഓപ്പണിംഗ്, SUP ക്ലോസിംഗ്, അപ്പോൾ 2 മാത്രം മുകളിലേക്ക് പൊങ്ങി. ഓക്കെ, ദെൻ SUP ഓപ്പണിംഗ്, SUP ക്ലോസിംഗ്, അപ്പം സെക്കൻഡ് 2 മാത്രം മുകളിലേക്ക് പൊങ്ങി. ദെൻ പ്ലസ് 2AB പ്ലസ് B നോർമലാണ്, ദെൻ 2-നെ നമുക്ക് വീണ്ടും പൊക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ SUP ഓപ്പൺ ചെയ്തു, SUP 2 കഴിഞ്ഞുകൊണ്ട് SUP ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എവിടേക്കോ SUP ഓപ്പൺ ചെയ്തോ ക്ലോസ് ചെയ്തോ ആ ക്യാരക്ടർ മാത്രം എന്ത് ചെയ്യും? സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. ഓക്കെ, അതാണ് ആ ക്വസ്റ്റ്യനൊരു ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിനകത്ത് കോപ്പിറൈറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കോപ്പിറൈറ്റ് ആണ്. ആക്ച്വലി സർക്കിളിനകത്ത് C ആണ്, അപ്പോൾ അതുപോലെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സർക്കിളിനകത്ത് നമ്മൾ കോപ്പിറൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആംപർസൻഡ് കോപ്പിയാണ്. ദെൻ നമ്മൾ പറയും നോർമൽ കേസിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷന് മുന്നിൽ എന്ത് വന്നു? കോപ്പിറൈറ്റ് എന്ന സിമ്പിൾ വന്നു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ദി ഡിഫാൾട്ട് പോർട്ട് നമ്പർ ഓഫ് HTTP ന്റെ ഡിഫാൾട്ട് പോർട്ട് നമ്പർ നമുക്കറിയാം 80 ആണ്. കോമൺ ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് HTTPയുടെ പോർട്ട് നമ്പർ. HTTPS ഉണ്ട്, HTTP ഉണ്ട്. HTTPയുടെ പോർട്ട് നമ്പർ 80 എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് HTML ടാഗ് ടു സെറ്റ് ദി കളർ ഓഫ് ഹൈപ്പർ ലിങ്ക് ടു റെഡ്. വെബ് പേജിലെ ഹൈപ്പർ ലിങ്കിന് റെഡ് കളർ സെറ്റ് ചെയ്യണം. ഡിഫാൾട്ട് ആയിട്ട് ഓരോ കളറുണ്ട്. ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്, അതിന് 3 ലിങ്കുകളുള്ളത്. ലിങ്കിന്റെ കളർ ബ്ലൂ കളറാണ്. ആ ഒരു കളർ നമുക്ക് റെഡിലേക്ക് സെറ്റ് ചെയ്യണം പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ ഇതാണ്, ബോഡി ലിങ്ക് ഈക്വൽ ടു റെഡ്. മറ്റുള്ള എല്ലാ ആൻസേഴ്സും തെറ്റാണ്. ഇവിടെ ബോഡി എ ലിങ്ക് ആക്റ്റീവ് ലിങ്ക് ആണ്. ഓക്കെ, എ കളർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല, എ കളർ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ സി എന്നാണ്, ബോഡി ലിങ്ക് ഈക്വൽ ടു റെഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വെബ് പേജ് ഈസ് ക്രിയേറ്റഡ് ടു ഡിസ്പ്ലേ ദി റിസൾട്ട് ഓഫ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ. വാട്ട് ടൈപ്പ് ഓഫ് വെബ് പേജ് ഈസ് ഇറ്റ്? അതായത് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെബ് പേജ് ഏതാണ്? അതിന്റെ പ്രത്യേകത എന്താണ്? ഓരോ സ്റ്റുഡൻസും എൻ്റർ ചെയ്യുമ്പോൾ അതിന്റെ ഡാറ്റ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ 2 ടൈപ്പ് വെബ് പേജ് ഉണ്ടായിരിക്കും. സ്റ്റാറ്റിക് വെബ് പേജസ് ഉണ്ടാവും, ഡൈനാമിക് വെബ് പേജസ് ഉണ്ടാവും. എല്ലായ്പ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പേജസ് ആണ് എന്ത്? ഡൈനാമിക് പേജസ്. അപ്പോൾ ഓരോ കുട്ടിയും ആ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഡാറ്റ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ യൂസ് ചെയ്യുന്ന വെബ് പേജ് ഏതായിരിക്കും? ഡൈനാമിക് വെബ് പേജ് ആയിരിക്കും. ഒരിക്കലും എന്താവില്ല, സ്റ്റാറ്റിക് ആവില്ല. സ്റ്റാറ്റിക്കിന്റെ പേജസ് എപ്പോഴും എന്തായിരിക്കും? സ്റ്റില്ലായിരിക്കും. ഓക്കെ, ഡൈനാമിക് പേജസ് എപ്പോഴും എന്താവാം? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ ഡൈനാമിക് പേജസ്. ഓക്കെ, അടുത്ത ഡൈനാമിക് പേജസിന്റെ any 2 ഫീച്ചേഴ്സ് റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാറ്റിക് പേജസും ഡൈനാമിക് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഡൈനാമിക് പേജസിന്റെ ഫീച്ചേഴ്സ് മാത്രം എടുത്ത് എഴുതാം. ഏതൊക്കെയായിരിക്കും? ഫസ്റ്റ് വൺ, ദി കണ്ടന്റ് ആൻഡ് ലേഔട്ട് മേ ചേഞ്ച് ഡ്യൂറിംഗ് റൺ ടൈം. റൺ ടൈമിൽ അതിന്റെ കണ്ടന്റും ലേഔട്ടും എന്താവാം? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സെക്കൻഡ് വൺ, ഡാറ്റാബേസ് യൂസ്ഡ്. ഡൈനാമിക് പേജസ് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ റൺസ് ഓൺ ദി സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം റൺ ചെയ്യുന്ന റിസൾട്ട് മാത്രം ക്ലയന്റിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, റിക്വയർസ് പ്രോഗ്രാമിംഗ് സ്കിൽ. ഡൈനാമിക് പേജസ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? പ്രോഗ്രാമിംഗ് സ്കില്ല് ആവശ്യമുണ്ട്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നില വാണ്ടഡ് ടു സെറ്റ് the picture sky.jpg as the background of a web page. Choose the correct tag for do this. നില എന്ന സ്റ്റുഡന്റിന് അവരുടെ വെബ് പേജിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യണം? sky.jpg എന്ന ഇമേജ് കൊണ്ടുവരണം. ഓക്കെ, അങ്ങനെ അതിന് താഴെ തന്നിരിക്കുന്ന ഏത് കോഡാണ് കറക്റ്റ്? img src equal to sky.jpg, body src sky.jpg, img background equal to sky.jpg, body background sky.jpg. കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ബോഡി ബാക്ക്ഗ്രൗണ്ട്. ബോഡി ടാഗിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് ബാക്ക്ഗ്രൗണ്ട്. ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബോഡി ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു sky.jpg. ഓക്കെ, ഇവിടെ img src യൂസ് ചെയ്യുന്നത് ജസ്റ്റ് പേജിലേക്ക് ഒരു ഇമേജ് കൊണ്ടുവരാണ്, അവിടെ ബാക്ക്ഗ്രൗണ്ട് അല്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇമേജ് കൊണ്ടുവരാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ബാക്ക്ഗ്രൗണ്ട് എന്ന ആട്രിബ്യൂട്ട് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.